നമസ്കാരം, ഞാൻ ആസർ പന്നാട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തലസ്ഥാന നഗരമായ ശ്രീ പത്മനാഭൻ്റെ സ്വന്തം തിരുവനന്തപുരത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡുകളെ പോലെ ഓരോ തിരഞ്ഞെടുപ്പിലെയും വിജയപരാജയങ്ങളും വോട്ടിംഗ് നിലവാരവും നമ്മൾ ഇന്ന് ഇവിടെ വിലയിരുത്തുന്നില്ല. കാരണം ഇത്തവണ രാജ്യം ഉറ്റുനോക്കുന്ന തിരുവനന്തപുരത്ത് അത്തരം കണക്കുകൾക്കൊന്നും പ്രസക്തിയേ ഇല്ല. 2024 പൊതു തിരഞ്ഞെടുപ്പ് ജനാധിപത്യ മതേതര ഭാരതത്തെ അവസാനത്തെ തിരഞ്ഞെടുപ്പാകുമോ എന്ന് രാജ്യസ്നേഹികൾ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന തിരഞ്ഞെടുപ്പാണ്. ഓരോ ദിവസവും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ ഇന്ത്യയിലൊരു പ്രബല മതവിഭാഗത്തെ മാത്രം അന്യന്മാരാക്കി കണ്ട് അവർക്ക് മാത്രം ബാധകമാകുന്ന പൗരത്വ ഭേദഗതി ബില്ലും ഏക സിവിൽ കോഡും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിട്ട് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയും തനിക്കും തൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകി എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ കോടതിയെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ED ഉപയോഗപ്പെടുത്തി നടത്തുന്ന റെയ്ഡുകളും നിയമനിർമ്മാണങ്ങളും ചില വിവാദ കോടതി വിധികളും മറ്റു പാർട്ടിക്കാരൊന്ന് തുമ്മിയാൽ കാരണം അന്വേഷിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തുടനീളം ഓടി നടന്ന് പരസ്യമായി വർഗീയ വിഷം തുപ്പുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആദിത്യനാഥിൻ്റെയും അനുചരന്മാരുടെയൊക്കെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ചിട്ടും ചെറുവിരലനക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നീതിപൂർവമായ ഒരു സമീപനം ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. നരേന്ദ്രമോദിക്കെതിരെ ശബ്ദിക്കുന്നവരെ ഒന്നിൽ അറസ്റ്റ് ചെയ്ത് ജയിലടക്കുകയോ തന്നോടൊപ്പം നിൽക്കാത്ത മാധ്യമങ്ങളെ ഒതുക്കുകയും സത്യമായി വിളിച്ചു പറയുന്ന അന്തർദേശീയ മാധ്യമമായ BBC അടക്കമുള്ളതിനെ നാട് കടത്തിയും നരേന്ദ്രമോദി എന്താണ് സൂചന നൽകുന്നതെന്ന് വളരെ വ്യക്തമായ തെളിവുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ ഒരു മാപ്പ് സാക്ഷിയുടെ കോടികൾ കുലുങ്ങുന്ന സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതും എന്നാൽ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ നടത്തിയതിന് സകല തെളിവുകൾ നിരത്തി BJPക്കാർ തന്നെ അഴിമതി വീരന്മാരെന്ന് വിളിച്ച പല കാട്ടുകള്ളന്മാരും BJPയിലെത്തി മാമോദിസ മുക്കി കോടതി കുറ്റവിമുക്തരാക്കി EDയുടെ തോളിൽ കൈയിട്ട് മാന്യന്മാരായി വിലസുന്നതാണ് നമ്മൾ കാണുന്നത്. അഴിമതിയുടെ കാര്യത്തിൽ നികുതി വെട്ടിപ്പിലും കള്ളപ്പണം വെടിപ്പിക്കുന്നതിലും കട്ടുതുലക്കുന്നതിലും ഇടതും വലതും മതേതരവാദികളും വർഗീയവാദികളും നിഷ്പക്ഷവാദികളും ഒക്കെ ഒന്നിനൊന്ന് മെച്ചമാണെന്ന് നമുക്കറിയാം. എന്നാൽ EDക്ക് പ്രതിപക്ഷ നേതാക്കളുടെ സ്ഥാപനത്തിലേക്കോ വീട്ടിലേക്കോ അല്ലാതെ BJP നേതാക്കളുടെ വീട്ടിലേക്കുള്ള വഴി അറിയുമോ എന്ന് കുട്ടികൾ പോലും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നും പ്രധാനമന്ത്രിയുടെ കൂടെ വിദേശയാത്രയും അത്താഴ വിരുന്നും കഴിച്ച് തടിച്ചു കൊടുത്ത ഇന്ത്യയിലെ വിമാനത്താവളങ്ങളും പോർട്ടും വരെ സ്വന്തമാക്കി ഇന്ത്യ രാജ്യത്തിന് തന്നെ വില പറയാൻ മാത്രം വളർന്ന അദാനിക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ അവരെ നിശബ്ദരാക്കാൻ നമുക്കറിയാം. രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ പേരിൽ കള്ളക്കേസുകളും മറ്റും കെട്ടിച്ചമക്കുകയല്ലാതെ ഒരക്ഷരം പോലും ഈ കേന്ദ്ര ഗവൺമെൻറ് ശബ്ദിക്കുന്നില്ല. EDയും KDയും ഒരുപോലെ ഈ വമ്പന്മാരെ കണ്ട് സല്യൂട്ട് അടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജയിലിൽ കിടക്കുന്ന പല കാട്ടുകള്ളന്മാരും ജയിലിലേക്ക് വഴിയൊരുങ്ങി കിടക്കുന്നവരും കോടികൾ ഇലക്ട്രൽ ബോണ്ടായി BJP അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ ഒറ്റ സുപ്രഭാതത്തിൽ അവർ നിരപരാധികളോ അല്ലെങ്കിൽ മാപ്പ് സാക്ഷികളോ ആയി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പശുവിൻ്റെയും മറ്റനാചാരങ്ങളുടെയും പേരിൽ നിരപരാധികളെ അതിക്രൂരമായി കൊല ചെയ്യുന്നതും പിന്നോക്ക ജനവിഭാഗങ്ങളെ സവർണ മേധാവികൾ ചുട്ടരിക്കുന്നതും കുട്ടികളെയും സ്ത്രീകളെയും വരെ ജാതിയുടെ പേരിൽ പീഡിപ്പിക്കുന്നതും കാണുമ്പോൾ അതെല്ലാം നോക്കി നിൽക്കുന്ന ഭരണവർഗവും കേരളത്തിൽ അരമൈനിലേക്ക് ആശംസയും കേക്കുമായി ചെല്ലുന്ന കാസയുടെ പ്രിയപ്പെട്ട മണിപ്പൂരിലെ ക്രിസ്തീയ സമുദായത്തെ ചുട്ടരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രിയും അക്രമകാരികൾക്ക് ചൂട്ടുപിടിക്കുന്ന നിയമപാലകരും ചുട്ടുകൊല്ലലും ബലാത്സംഗവും ബാലപീഡനമൊക്കെ ഇരയാകുന്നത് പിന്നോക്കക്കാരോ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളാണ്. ഇതിനെതിരെ വെയിലും മഴയും തണുപ്പും കൊണ്ട് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ വിഭാഗീയതയുടെ വർഗീയതയുടെ അസഹിഷ്ണുതയുടെ കോട്ടകൾ തകർത്ത് സ്നേഹത്തിൻ്റെ സന്ദേശമോദി നടന്നു നീങ്ങാൻ ഒരു രാഹുൽ ഗാന്ധിയെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിനെതിരെ വെയിലും മഴയും തണുപ്പും കൊണ്ട് വിഭാഗീയതയുടെ വർഗീയതയുടെ അസഹിഷ്ണുതയുടെ കോട്ടകൾ തകർത്ത് സ്നേഹത്തിൻ്റെ സന്ദേശമോദി നടന്നു നീങ്ങാൻ ഒരു രാഹുൽ ഗാന്ധിയെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ തിരുവനന്തപുരത്ത്
പ്രബലരായ 3 സ്ഥാനാർത്ഥികളാണ് പ്രധാനമായും ഇവിടെ ഏറ്റുമുട്ടുന്നത്. സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായ എളിമയുടെ, വിനയത്തിൻ്റെ, സഹാനുഭൂതിയുടെ ആൾരൂപമായ അധികാരങ്ങൾ പിടിപ്പിക്കാത്ത, ഇന്നേ വരെ ഒരു അഴിമതി ആരോപണങ്ങളും നമ്മൾ കേട്ടിട്ടില്ലാത്ത, സാധാരണ കണ്ണൂരിലെ പാർട്ടി സഖാക്കൾക്ക് മൊത്തത്തിലുള്ള കണ്ണുരുട്ടലും ഭീഷണിപ്പെടുത്തലും തനക്കനവും ഒന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, തലയിൽ ഇടതൂർന്ന് വളർന്ന തഴച്ച മുടി കോതി ഒതുക്കി നിറപുഞ്ചിരിയോടെ സാധാരണക്കാരോടൊപ്പം നടന്നു നീങ്ങുന്ന, ബസ്സിലും തീവണ്ടിയിലും ഒക്കെ യാത്ര ചെയ്യുന്ന സഖാവ് പന്ന്യൻ രവീന്ദ്രന് പകരം വെക്കാൻ കേരള രാഷ്ട്രീയത്തിൽ വേറെ അധിക പേരുണ്ടാവുകയില്ല. ഇതെവിടെ നമുക്ക് തുറന്നു പറയാം. അതിൽ രാഷ്ട്രീയമില്ല, മറ്റ് കാഴ്ചപ്പാടുകളില്ല. പന്ന്യൻ രവീന്ദ്രൻ്റെ പകരം പന്ന്യൻ രവീന്ദ്രൻ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ മൊബൈൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ച് BPL നമുക്കറിയാം. BPLൻ്റെ സ്ഥാപകനും IT ഭീമനും കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗവും കേന്ദ്രമന്ത്രിയും, അതിലൊക്കെ ഉപരി തൃശ്ശൂർ ജില്ലക്കാരനാണ് എന്ന് പറയുമെങ്കിലും അഹമ്മദാബാദിൽ ജനിച്ച് വളർന്ന് കേരളത്തിലെ വൈദേഹം റിസോർട്ട് വരെ വില ഉറപ്പിച്ച് BJPയുടെ തിരുവനന്തപുരം സ്ഥാനാർത്ഥി പ്രഗത്ഭനാണെന്ന് EP ജയരാജനോട് വരെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ചാനൽ മുതലാളി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ സർവ്വസന്നാഹങ്ങളും പ്രൊഫഷണൽ ടീമും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ വരവോടെ ചില ചാനലുകൾക്കും യൂട്യൂബർമാർക്കൊക്കെ ഒരു പുതുജീവൻ വെച്ചതായി തോന്നുന്നു. അവരൊക്കെ കീശൊക്കെ കുറച്ചുകൂടിയൊക്കെ കനം വെച്ചോ എന്ന് എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല കേട്ടോ. വലിയൊരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. UDFൻ്റെ സ്ഥാനാർത്ഥി ശശി തരൂർ എന്ന വിശ്വപൗരൻ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന, ചിലപ്പോൾ വലതെന്നോ ഇടതെന്നോ നമുക്ക് മനസ്സിലാവാത്ത പ്രസ്താവനകളും ഇറക്കുന്ന, പാർട്ടിക്കും മുന്നണികൾക്കും അപ്പുറം ഒരുപാട് ആരാധകരുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൽ പൗരത്വ ബില്ലിനെതിരെയും ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെയൊക്കെ ശക്തമായി ശബ്ദമുയർത്തിയ ശശി തരൂർ. ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചരിത്രപ്രധാനമായ സ്ഥലങ്ങളൊക്കെ പേരുകളൊക്കെ മാറ്റുമ്പോൾ ഈ ഇതൊക്കെ ഉണ്ടാക്കിയ മുഗൾ രാജവംശത്തെയും അവർ ഇന്ത്യ രാജ്യത്തിന് ചെയ്ത സേവനങ്ങളും നമ്മുടെ താജ്മഹൽ അടക്കം ഉണ്ടാക്കിയ മുഗൾ രാജവംശത്തെക്കുറിച്ചും 700 കൊല്ലക്കാലം മുഗളന്മാർ ഇന്ത്യ ഭരിച്ചിട്ടും ഇന്ത്യ ഇന്നും ഒരു ഹിന്ദു ഭൂരിപക്ഷമായി നിലനിർത്തിയ അവരുടെ മഹാമനസ്കതയെക്കുറിച്ചൊക്കെ ശശി തരൂർ എഴുതിയ ലേഖനങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ഈ 3 പേരും ഒന്നിനൊന്നിന് മെച്ചം. തിരുവനന്തപുരത്ത് ഓരോ വർഷവും ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുന്ന BJPയുടെ വളർച്ചയും നമ്മൾ അതിശയിപ്പിക്കുന്നതാണ്. ഇടതും വലതും മുന്നണിയിലും ചില സ്ഥലങ്ങളിൽ പലരോടും നീക്കുപോക്കും രഹസ്യധാരണയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് 2 മുന്നണികളും കേരളത്തിൽ പല സ്ഥലത്തും ജയിച്ചു വരുന്നത്. എന്നാൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും പാലക്കാട് മുനിസിപ്പാലിറ്റി BJP ഒറ്റക്കാണ് ഭരിക്കുന്നത്. ഉത്തര മലബാറിലൊക്കെ BJPക്ക് ഒറ്റയ്ക്ക് പിടിക്കുന്ന വോട്ടുകൾ കേരള രാഷ്ട്രീയത്തിൽ BJP എഴുതി തള്ളാൻ കഴിയാത്ത ഒരു ശക്തി തന്നെയാണെന്ന് നമ്മൾ സമ്മതിച്ചേ തീരും. CPMൻ്റെ ശക്തി കേന്ദ്രമായ കോൺഗ്രസ്സിന് മോശമില്ലാത്ത സ്വാധീനമുള്ള നേമത്ത് നിന്ന് ആദ്യമായിട്ട് രാജഗോപാൽ BJPക്ക് വേണ്ടി അസംബ്ലിയിൽ അക്കൗണ്ട് തുറന്നതും, കഴിഞ്ഞ തവണ K മുരളീധരൻ MP നേമത്ത് വന്ന് മത്സരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ 8671 വോട്ടുകൾക്ക് ജയിച്ച ശിവൻകുട്ടി നിയമസഭ കാണാതെ തെക്ക് വടക്ക് നടക്കേണ്ടിയിരുന്നില്ലേ എന്ന് നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കുന്നതായിരിക്കും. CPMലെയും കോൺഗ്രസ്സിലെയും വലിയൊരു വിഭാഗം ഇന്ന് നമ്മൾ തിരുവനന്തപുരം ഭാഗത്ത് പ്രത്യേകിച്ചും അവരൊക്കെ ഇന്ന് കാണാൻ കഴിയുന്നത് BJP പാളയത്തിലാണ്. ഇതിൽ പണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, ജോലിക്കാരുണ്ട്, ജോലിയില്ലാത്തവരൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രൊഫഷണലിസവും പണവും സ്വാധീനം കൂടിയാകുമ്പോൾ തിരുവനന്തപുരത്ത് BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ കാവിയുടുത്ത ഒരു BJPക്കാരെ ഇരിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. അതിൽ സംശയമൊന്നുമില്ല. അത് നിങ്ങൾ തന്നെ BJP ആക്കി തന്നെയാണ് തിരക്കില്ല. ചില കാര്യങ്ങൾ നമ്മൾ കാണണം. അത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ബാധകമാണ്. സഖാവ് പന്ന്യൻ രവീന്ദ്രൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും സംശുദ്ധ രാഷ്ട്രീയക്കാരനെന്ന നിലക്കൊക്കെ ഇന്ത്യൻ പാർലമെൻറ്റിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരാൾ തന്നെയാണ്. അതിലൊരു ഒരു സംശയം നമുക്കില്ല. എന്നാൽ BJPക്ക് പുറകിൽ 3ാം സ്ഥാനക്കാരായ ഇടതുപക്ഷത്തിന് ഒന്നാമതായി എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടാതെ അണിയറയിൽ പറഞ്ഞു കേൾക്കുന്ന ചില അന്തർധാരകളും സ്വന്തം സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി കയ്യും മെയ്യും മറന്ന് രംഗത്തിറങ്ങാനും ന്യായീകരിക്കാനും ഉള്ള വോട്ടും കള്ളവോട്ടും ചെയ്യിക്കാനും കാണിക്കുന്ന താല്പര്യം CPMന് ഘടകകക്ഷിയുടെ കാര്യത്തിൽ കാണിക്കാത്തത് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ്റെ പ്രതീക്ഷയും മങ്ങലേൽപ്പിക്കുന്നുണ്ട്. ഇവിടെയാണ് ഇടതുപക്ഷം ഇരുത്തി ചിന്തിക്കേണ്ടത്. അന്ധമായ കോൺഗ്രസ് വിരോധവും
ഇനിയൊരു തുടർ ഭരണം ലഭിക്കണമെങ്കിൽ BJP വളർന്നാലും കോൺഗ്രസ് തകരണമെന്ന കണക്കുകൂട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായി അനുകൂല സഖാക്കളുടെ അണിയറ നീക്കങ്ങൾക്ക് നാളെ കനത്ത വില നൽകേണ്ടി വരും. പിണറായിയെപ്പോലെ ധൂർത്തും ധിക്കാരവും ലക്ഷങ്ങളുടെ പശുത്തൊഴുത്തും വാഹനങ്ങളുടെ അകമ്പടിയും കുട്ടി സഖാക്കളുടെ രക്ഷാപ്രവർത്തനം ഒന്നുമില്ലാതിരുന്നിട്ടും നൂറ്റാണ്ട് കാലം CPM അടക്കി ഭരിച്ചിരുന്ന ത്രിപുരയിൽ ഒരു സുപ്രഭാതത്തിൽ 0 നിന്നാണ് BJP ഭരണത്തിലെത്തിയത്. 3 പതിറ്റാണ്ടിലേറെക്കാലം തുടർഭരണം നടത്തിയ പശ്ചിമ ബംഗാളിലെ മമതയുടെ വിജയവും CPMനെ തകർത്ത് വളരെ പെട്ടെന്നായിരുന്നു. പാർട്ടി സഖാക്കളെ മാത്രമല്ല, ചട്ടിയും പാത്രവും സ്ഥാവര ജംഗമ വസ്തുക്കൾ പോലും BJPക്കാർക്കും തൃണമൂലിനും തീരെ എഴുതിയ ത്രിപുരയിലെയും ബംഗാളിലെയും ചരിത്രം ഇടതുപക്ഷം മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എവിടെയൊക്കെയാണ് CPMന് തുടർഭരണം ലഭിച്ചത് അവിടെയൊക്കെ CPM തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അമൂൽ ബോയ് എന്നും ഏറ്റവും അവസാനം തന്ത ആരെന്നറിയാൻ DNA ടെസ്റ്റ് നടത്തണം എന്ന് വരെ വിടുവായിത്തം പറഞ്ഞ തലതിരിഞ്ഞ നിലമ്പൂർ MLA അൻവറിനെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്ന പിണറായി വിജയൻ കേരളം മാത്രമല്ല ഇന്ത്യ രാജ്യമെന്ന് തിരിച്ചറിഞ്ഞ് വോട്ടിനു വേണ്ടി രാഹുൽ ഗാന്ധിയുടെ ചിത്രം സ്നേഹത്തോടെ നെഞ്ചിൽ കുത്തി രാഹുലിനും കോൺഗ്രസിനും പ്രതീക്ഷ അർപ്പിക്കുന്ന തമിഴ്നാട്ടിലെയും ബംഗാളിലെയും രാജസ്ഥാനിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും പാവപ്പെട്ട സഖാക്കളെ ഒന്ന് ഓർത്തിട്ടെങ്കിലും പകയും തൻപ്രമാണിത്വവും അവസാനിപ്പിച്ച് തെറ്റു തിരുത്താൻ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു ലാവലിനോ മകളുടെ ജയിൽവാസമോ മരുമകന് മന്ത്രി കസേരയുമല്ല ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ കഴിയൂവെന്ന് ചിന്തിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികൾക്കും ഒപ്പം നിൽക്കാൻ കേരളത്തിലെ CPMും തയ്യാറാകണം. പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന പഴഞ്ചൊല്ല് പോലെ മലബാറിൽ അങ്ങോളം ഇങ്ങോളം പൗരത്വ ബില്ലും മുത്തലാഖിൽ വോട്ട് ചെയ്യാതെ കല്യാണത്തിന് പോയി ചാപ്പാടടിച്ച മുസ്ലിം ലീഗ് MPമാരെ കുറിച്ചൊക്കെ പിണറായി വിജയൻ വാതോരാതെ പ്രസംഗിക്കുമ്പോൾ പിണറായിയുടെ വാക്കും കേട്ട് പൗരത്വ ബില്ലിനെതിരെ സമരത്തിനിറങ്ങി പോലീസ് ചുമത്തിയ കള്ളക്കേസുകൾക്ക് കോടതി വരാന്ത കയറിയിറങ്ങുകയും ഫൈൻ അടച്ചും ബുദ്ധിമുട്ടുമ്പോൾ ഇപ്പോഴും മുഴുവൻ കേസുകളും പിൻവലിക്കാത്തതും നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാടും കർണാടകയുമൊക്കെ കേസുകൾ പിൻവലിച്ച് മാതൃക കാണിച്ചത് അറിയാത്ത പൊട്ടന്മാരല്ല മലബാറിലെ മുസ്ലിങ്ങളെന്ന് പിണറായി വിജയൻ ഓർക്കണം. ഇല്ലാ കഥകൾ പറഞ്ഞ് ചില അധികാരമോഹികളായ പണ്ഡിതന്മാരെ കൂട്ടുപിടിച്ച് കേരളത്തിലെ ന്യൂനപക്ഷത്തിൻ്റെ സംഘടിത ശക്തിയെ തകർക്കാൻ ഓടി നടക്കുമ്പോൾ ഒരു കാര്യം കൂടി പിണറായി വിജയൻ ഓർക്കണം. മുത്തലാഖ് ബില്ല് വിവാദമാകുമ്പോൾ മുത്തലാഖടക്കമുള്ള ഇസ്ലാമിക ശരീഅത്ത് ഭേദഗതി ചെയ്യണമെന്ന് പ്രസംഗിച്ച് നടക്കുകയും പ്രളയം വരെ ശരീഅത്ത് നിയമം മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നത് മൗഢ്യമാണെന്ന് പറഞ്ഞു നടന്ന EMS അടക്കമുള്ള നേതാക്കളെയും ഇസ്ലാമിക ശരീഅത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് സാബാനു കേസിലുണ്ടായ കോടതി വിധിക്കെതിരെ പാർലമെൻറ്റിൽ ബില്ല് പാസാക്കിയ അന്തരിച്ച രാജീവ് ഗാന്ധിക്കെതിരെ നാട് നീളെ നടന്ന് വിമർശിച്ച് പ്രസംഗിച്ച് കോൺഗ്രസിൻ്റെ ശരീഅത്ത് അനുകൂല നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ നിന്ന് പടിയിറങ്ങി ഇന്ന് പരസ്പരം പഴിചാരുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആനയിച്ച് പൂമാലയിട്ട് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ CPMൻ്റെ നേതൃത്വം നടത്തിയ ശരീഅത്ത് വിരുദ്ധ പ്രസംഗവും സിറാജിലെയും സുപ്രഭാതത്തിലെയും ഫുൾ പേജ് പരസ്യം കൊണ്ട് മൂടാൻ കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും കക്ഷി രാഷ്ട്രീയം മറന്ന് ശശി തരൂരിനെ ജയിപ്പിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതോടൊപ്പം എനിക്ക് കോൺഗ്രസ്സുകാരോടും പറയാനുണ്ട്, നിങ്ങൾ തൽക്കാലം നിങ്ങൾ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയമൊക്കെ ഒന്ന് മാറി നിൽക്കണം. ഈ മുങ്ങാൻ പോകുന്ന കപ്പലിൽ നിന്ന് ഒന്ന് പിടിച്ചു നിൽക്കാനെങ്കിലും നിങ്ങൾ ഈ ഗ്രൂപ്പ് നേതാക്കന്മാരിലും അപ്പുറം കോൺഗ്രസ്സാണ്, കോൺഗ്രസ്സിൻ്റെ നിലനിൽപ്പാണ്, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവിയാണ് എന്നൊരു ചിന്ത ഈ കോൺഗ്രസ്സുകാർക്കും ഉണ്ടാകണം. അത് പറയണമല്ലോ. ഒരു കാര്യം കൂടെ പറയാം. 400 സീറ്റ് എന്ന അതിമോഹവുമായി തെരഞ്ഞെടുപ്പിന് നേരിട്ട നരേന്ദ്രമോദിക്ക് BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും നേരത്തെ കരുത്ത് തെളിയിച്ച നമ്മുടെ കർണാടക പോലെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും സീറ്റ് നഷ്ടം വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ സീറ്റ് നഷ്ടപ്പെടുമ്പോൾ അല്പമെങ്കിലും സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുക പിണറായിയുടെ മറ്റൊരു പതിപ്പായ മമതയുടെ പശ്ചിമ ബംഗാളിലായിരിക്കും. തൃണമൂലും കോൺഗ്രസും CPMും ഒന്നിച്ചു നിന്നാൽ തൊട്ടുകൂട്ടാൻ പോലും ഒരൊറ്റ സീറ്റും BJPക്ക് ലഭിക്കാത്ത പശ്ചിമ ബംഗാളിൽ ഈ പ്രാവശ്യം മമതാ ബാനർജിയുടെ അഹന്തക്ക് കനത്ത തിരിച്ചടി ഏൽപ്പിച്ചുകൊണ്ട് ബംഗാളിൽ ഭൂരിപക്ഷം സീറ്റുകൾ BJP നേടിയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ.
കെജ്രിവാളിൻ്റെ അറസ്റ്റിലുണ്ടായ സഹതാപ തരംഗം ഇനി ആവർത്തിക്കാതിരിക്കാൻ അത് BJPക്ക് പറ്റിയൊരു അമളിയാണ്. കാരണം ഇലക്ഷന് തൊട്ട് മുമ്പ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തും അതുവഴി ഉണ്ടായ സഹതാപ തരംഗവും ഇന്ത്യ മുന്നണിയിലെ ഐക്യവും ജനങ്ങളുടെ ഇടയിലുണ്ടായ അവർ മാറി ചിന്തിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഒരുക്കിയ സഹതാപ തരംഗം അറസ്റ്റ് ഇല്ലാതിരിക്കാൻ ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചക്കകം ഈ 30-ാം തീയതിക്കകം കേരളത്തിലെ പല പ്രമുഖ നേതാക്കളുടെ കയ്യിൽ കയ്യാമം വീഴാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ സാധ്യതകൾ നിലനിർത്തി നമ്മൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ ചാനലിൽ 20 മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിക്കുകയാണ്. ഇതോടുകൂടി 20 മണ്ഡലം പൂർത്തിയാകണം. നിങ്ങളുടെ വിലയ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതോടൊപ്പം ഞങ്ങളുടെ ഒരു സമ്മാന കൂപ്പനുണ്ട്. 20 മണ്ഡലങ്ങളിൽ ആരാണോ വിജയിക്കുന്നത് അത് 1, 2, 3 സ്ഥാനങ്ങൾ കൃത്യമായി എഴുതി ഉത്തരം അറിയിക്കുന്ന ആളുകൾക്ക് അതിൽ കൂടുതൽ ആളുകളുടെ നറുക്കിട്ടെടുക്കട്ടോ, എല്ലാവർക്കും കൂടി കൊടുക്കും എന്ന് തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെയുള്ള ആളുകൾക്ക് UAE പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ താജ്വി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അവർക്ക് UAE കരാമയിലും ഗോൾഡ് സൂക്കിലും ഷാർജയിലൊക്കെ ബ്രാഞ്ചുകളുള്ള പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ താജ്വി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 1 പവൻ സ്വർണം സമ്മാനമായി നൽകുന്നതാണ്. അത് നേടാൻ നിങ്ങളെല്ലാവരും തന്നെ ഞങ്ങളുടെ സമ്മാന കൂപ്പൻ പൂരിപ്പിച്ച് അയച്ചു തരണം. ഈ സമ്മാനം തിരുവനന്തപുരത്തുകാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്.